ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ട ഒരു ചട്ടിയിലോട്ട് കുറച്ച് പനീറും കുറച്ച് വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വായോ. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ദാണ്ടേ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് മാത്രം വെണ്ടയ്ക്ക എടുത്ത് അതിൻ്റെ ആ തലയും വാലും ഒക്കെ കട്ട് ചെയ്തിട്ട് ഓരോ വെണ്ടയ്ക്കയും ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെണ്ടയ്ക്കാണെങ്കിൽ തലയും വാലും മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല വലുതായതൊക്കെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് എടുത്ത് ഒരു ചട്ടി ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം പാനിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പം ഇനി ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കൊക്കെ അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് ഈ വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരണം കേട്ടോ. അപ്പൊ ഈ വെന്ത് വരുമ്പോഴേക്കും ഈ വെണ്ടയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങും. അപ്പൊ ആ ഒരു പരുവം വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ഇളക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുത്താൽ മതിയാവേ. അപ്പൊ ദാണ്ട ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി അവിടെ കിടന്ന് വേവട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു അരപ്പ് പോലത്തെ ഒരു സംഭവം ഒന്ന് റെഡിയാക്കണം. ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് പനീറിന്റെ ക്യൂബ്സ് ആണ് കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം തേങ്ങ, അപ്പൊ കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടാട്ടോ. ഇനി അത് നല്ലപോലെ ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരണം. ഇതുപോലെ അരച്ച്, വെള്ളം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരയ്ക്കാം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരയ്ക്കണം. ആദ്യം ഇതുപോലെ വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് കണക്ക് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് അരച്ച് കിട്ടണം. ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അതാണ്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇടയ്ക്കൊക്കെ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. കണ്ടോ ആ സൈഡ് അതിൻ്റെ ആ പുറഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് ഇരിക്കുന്നുണ്ട്. ഇതുപോലെ മൊരിഞ്ഞ് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ കാശ്മീരിയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ മസാലപ്പൊടികളുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അത് നമുക്ക് ഈ വെണ്ടയ്ക്കലൊക്കെ ഒന്ന് കോട്ടായിട്ട് വരട്ടെ. ആ ഒരു സമയം വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചട്ടി അതിന്റെ പേരിൽ തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ നല്ല കുറച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ദാണ്ടേ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന പനീറിന്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ തന്നെ കണ്ടോ എന്തുമാത്രം ക്രീമിയാണ് ഈ സംഭവം, നോക്കിയേ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇനി നല്ല പോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഉപ്പ് നോക്കിയിട്ട്. അപ്പൊ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഉപ്പുള്ളത് പോലെയാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഇനി ചേർക്കുന്നില്ല. കുറച്ച് നമുക്ക് ഇത് അങ്ങനെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഓഫ് ആക്കണം. അപ്പൊ അതാണ്ട് ഞാൻ ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഒരുപാട് അങ്ങ് തിളപ്പിക്കണ്ട, ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു പാകം ഉണ്ടല്ലോ, ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കണം. അപ്പൊ നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. കണ്ടോ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ താണ്ടാണ്ടോ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ തന്നെ കറി നല്ല വറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തണുക്കും തോറും ഇത് നല്ല കുറുകി വരും കേട്ടോ, നല്ലപോലെ വറ്റി വരും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം. ഇതിപ്പോ കുറച്ച് സമയമായി കറി ഉണ്ടാക്കി ഒന്ന് തണുത്തതിന് ശേഷമാണ് കറി നല്ല വറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വേണ്ട, കുറച്ച് ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എനിക്ക് പക്ഷെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പൊ എന്തായാലും ഈ കറി ഒന്ന് ട്രൈ ആക്കി നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും, നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.